മുതലപ്പുഴയിലെ വിനോദസഞ്ചാരത്തിനായി കോടികൾ ചെലവഴിച്ചൊരുക്കിയ നിർമ്മിതികൾ വെറുതെ കിടന്ന് നശിക്കുന്നു. ഒരു വർഷം മുൻപ് പെരുമാതുറ മുതലപ്പുഴയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിനോദസഞ്ചാര കേന്ദ്രം ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. കോവളവും ശംഖുമുഖവും കഴിഞ്ഞാൽ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇടമാണ് തിരുവനന്തപുരത്തെ മുതലപ്പുഴി. മുതലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ഒരു ടൂറിസം കേന്ദ്രം നിർമ്മിച്ചു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും ആ ടൂറിസം കേന്ദ്രത്തിന് ശാപമോക്ഷം ലഭിച്ചില്ല. ഏകദേശം 3 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച ആ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി കാണണം. വിനോദസഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് 2020 ഒക്ടോബറിലാണ് പെരുമാതുറ ബീച്ച് വികസന പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. 3 കോടി രൂപ ചെലവിൽ കുട്ടികൾക്കുള്ള കളിസ്ഥലം, കഫ്റ്റീരിയ, ഓപ്പൺ ഓഡിറ്റോറിയം, ടിക്കറ്റ് കൗണ്ടർ, ഇരിപ്പിടങ്ങൾ, ശൗചാലയങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഡീക്കൺ സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷം കഴിഞ്ഞിട്ടും കുടിവെള്ള സൗകര്യം ഒരുക്കാത്തതും പഞ്ചായത്തിൽ നിന്നും കെട്ടിട നമ്പർ ലഭിക്കാത്തതുമാണ് ഉദ്ഘാടനത്തിന് തടസ്സമായത്. ഇതോടെ ഇവിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറി. നിർമ്മാണം പൂർത്തിയാക്കിയ ചുറ്റുമതിലിലെ ഗേറ്റും ചെറിയ കടമുറികളുടെ കതകുകളും ഇലക്ട്രിക് വയറുകളും ഉൾപ്പെടെയുള്ളവ നശിച്ചു. സർക്കാരിൻ്റെ 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ സ്ഥലത്തിന് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതിൻ്റെ കോമ്പൗണ്ടിലുള്ള ഗേറ്റ് ഉൾപ്പെടെ എല്ലാം നാശത്തിൻ്റെ വക്കിൽ പോവുകയാണ്. അപ്പോൾ പലതും തുരുമ്പിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. രാത്രി ഇവിടെ മദ്യപാനവും എല്ലാ രീതിയിലുള്ള ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി ഈ സ്ഥലം മാറിയിരിക്കുകയാണ്. ഹാർബർ വകുപ്പ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൈമാറിയാൽ ചെറിയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും ഇതിനും തീരുമാനമായില്ല. അസ്തമയം കാണാനും മുതലപ്പുഴയിലെ മറ്റ് കാഴ്ചകൾ കാണാനുമായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് മുതലപ്പുഴയിലെത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം സഞ്ചാരികൾക്കായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാണ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.